അനുഗ്രഹീതമായ സഭായോഗത്തിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വെസ്ലി ദാനിയേൽ ബഹുമാന്യ ദൈവഭൃത്യനോടുകൂടെ ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ കർത്തൃസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നു. അനുഗ്രഹീതരായ ദൈവമക്കൾ പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കേന്ദ്രീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിന് നമുക്കെല്ലാവർക്കും ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശക്തമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥതയോടെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നാവിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവശബ്ദത്തിനായി കാതോർക്കുന്ന ദൈവമക്കൾ ഹൃദയംഗമമായി ദൈവസന്നിധിയിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് പകൽ എന്നോട് ഇടപെടണമേ കർത്താവേ എന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ രാവിലെ സമയം ദൈവവചനം ധ്യാനിച്ചപ്പോൾ വചനത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ച ഒരു പ്രത്യേക ഭാഗം രാജാക്കന്മാരുടെ പുസ്തകവും ശമൂവേലിൻ്റെ പുസ്തകവും ചേർത്ത് വായിക്കുമ്പോൾ ദൈവശബ്ദം നമ്മെ മറികടന്നു പോകുന്നെങ്കിൽ അത് നാം ഭയപ്പെടണം എന്ന ചിന്ത എൻ്റെ മനസ്സിനെ ഭരിക്കാനായിട്ടിടയായി. വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിച്ച് അവളിൽ നിന്നും ലഭ്യമായ ഭക്ഷണം വാങ്ങിക്കഴിച്ച് ഗിൽബോവ പർവ്വതത്തിൽ വാളിൽ വീണ് ആത്മഹത്യ ചെയ്ത ശൗലിൻ്റെ ജീവിത ദുരന്തത്തിൻ്റെ ഒടുവിലത്തെ ഘട്ടത്തിൽ എന്തുകൊണ്ടവൻ ആത്മഹത്യയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ ദൈവശബ്ദം അവന് വേണ്ടി ധ്വനിച്ചില്ല എന്നതാണ് സത്യം. എന്നാൽ അധാർമികതയുടെ അടിത്തറയിൽ തകർന്ന് മ്ലേച്ഛതയുടെ ബത്ശേബ സംഭവവും അനുബന്ധ കൊലപാതകവും നടത്തിയിട്ടും 1 വർഷം കഴിഞ്ഞും അവനെ തേടി നാഥാൻ പ്രവാചകനിലൂടെ ദൈവശബ്ദം ചെന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും നമ്മോട് ഇടപെടുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ദൈവശബ്ദത്തിന് കാതോർക്കാൻ കഴിയുന്നെങ്കിൽ അത് അനുഗ്രഹമാണ്. എന്നാൽ ദൈവശബ്ദം നമ്മെ മറികടന്ന് പോകുന്നെങ്കിൽ അപകടമാണ്. കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവശബ്ദം നമ്മെ മറികടന്ന് പോകുന്നെങ്കിൽ അത് അപകടമാണ്. ഒരു കാര്യം നമുക്ക് ദൈവത്തോട് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ശബ്ദം എന്നെ മറികടന്ന് പോകരുത്. ഒരുപക്ഷെ ഈ യോഗം നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂതാകാം, ചില അനർത്ഥങ്ങളുടെ മുന്നറിയിപ്പാകാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് കാതു കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ധന്യരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ശക്തമായ ദൈവമക്കൾ ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ സഭയ്ക്ക് മീതെ ദൈവത്തിൻ്റെ തേജസ് നിഴൽ വിരിക്കുമ്പോൾ ഇന്ന് പകൽ മുഴങ്ങുന്ന ദൈവശബ്ദം നിങ്ങൾക്കുള്ള വിടുതലിന് കാരണമായി തീരേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. 1 മിനിറ്റ് കേൾക്കാൻ തുടങ്ങുന്ന ജീവൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടേണ്ടതിന് ആത്മഭാരമുള്ള ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പ്രേരണ കൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവസാന്നിധ്യത്തോട് ഭയമുള്ള ഒരു തലമുറയായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ജനറേഷൻ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഭയം നഷ്ടപ്പെട്ട ഒരു തലമുറ എഴുന്നേറ്റ് കഴിഞ്ഞു. ദൈവസാന്നിധ്യത്തിൻ്റെ ഭയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരാധനയ്ക്കകത്ത് പോലും ഏകാഗ്രതയുണ്ടാകില്ല. ഞാൻ ചില സഭകളിലൊക്കെ സന്ദർശനാർത്ഥം കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കാലിൽ ചെരുപ്പൂരി മാറ്റിയിട്ട് തീയുടെ മുൻപിൽ നിന്ന് മോശ ദൈവശബ്ദത്തിന് കാതോർത്തതുപോലെ കേൾക്കേണ്ട വചനം മുഴങ്ങുമ്പോഴും നമ്മുടെ തലമുറകൾ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയക്കുകയും ആ മെസ്സേജ് അടുത്തിരിക്കുന്നയാൾ എത്തിച്ചേരുകയും അടുത്തിരിക്കുന്നയാൾ തിരിച്ചു മറുപടി അയക്കുകയും ചെയ്യുന്ന ദുരന്തത്തിലേക്കൊരു ജനറേഷൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദുരന്തത്തിലേക്കൊരു ജനറേഷൻ പോകുകയാണ്. നിങ്ങൾ ഓർക്കണമേ, ദൈവശബ്ദം നമ്മുടെ അടുത്തൊത്തിരി ദിവസങ്ങൾ മുഴങ്ങുകയില്ല. അത് നമ്മെ വിട്ടു മറികടന്ന് പോകും. അത് നമ്മെ വിട്ടു മറികടന്ന് പോയാൽ കാറ്റ് വിതച്ച് നമ്മൾ കൊടുങ്കാറ്റ് കൊയ്യും. സ്തോത്രം. ഞാൻ പറയുന്ന പദങ്ങൾ ഭാഷയുടെ ശൈലിയിൽ പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെടുന്ന അന്തർനിയോഗം പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കുള്ള ദൈവശബ്ദം. ഞാൻ പറയട്ടെ, പ്രസംഗിക്കുന്ന ദൈവദാസനോട് ഇതിനകത്ത് ദൈവശബ്ദമുണ്ട്. കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ചില മിനിറ്റുകൾ നിന്ന് സ്തോത്രം ചെയ്തിട്ട് ഇന്ന് പകൽ മുഴങ്ങുന്ന ജീവൻ്റെ വചനത്തിൻ്റെ മുൻപിൽ വ്യക്തികളോട് മുഴങ്ങുന്ന ദൈവശബ്ദം അവരെ വിട്ട് മറികട
മറികടന്ന് പോകാതെ ഈ ആത്മീയ ശുശ്രൂഷ 12:30 കഴിയുമ്പോൾ അവസാനിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൽ ചില വ്യക്തികളെ പണിതെടുക്കേണ്ടതിന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥനയിൽ പോരാടുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ ഇന്ന് വൈകിട്ടത്തെ യോഗത്തിൽ കൂടെ ദൈവശക്തി വ്യാപരിക്കുവാനായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ചില മിനിറ്റുകൾ കണ്ണുകളടച്ച് ശബ്ദമുയർത്തി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുക. അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാരുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇത് ദൈവസന്നിധിയാണ്, നാം കൊടുക്കാൻ വന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരണം. ദൈവശബ്ദം കേൾക്കാൻ മനസ്സില്ലാതെ മനസ്സ് തഴമ്പിച്ചു പോയ ഒരു തലമുറയ്ക്ക് നടുവിൽ എനിക്കിന്ന് പകൽ ദൈവശബ്ദം കേൾക്കണമെന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രത്തോടെ ജാഗരിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ മുഴങ്ങുന്ന ജീവൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ചില വ്യക്തികളുടെ ഹൃദയങ്ങൾ ആഴത്തിൽ സ്പർശിക്കപ്പെടേണ്ടതിന്, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പകരാകേണ്ടതിന്, ഇതിനകത്തിരിക്കുന്ന വ്യക്തികളിൽ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ദൈവത്തിൻ്റെ ദൂത് തങ്ങൾക്കുള്ള ആലോചനയായി ഏറ്റുവാങ്ങത്തക്ക വിധം ദൈവശബ്ദത്തിന് കാതോർക്കേണ്ടതിന്, അതിനെതിരെ ബാധിക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. ഏറ്റവും മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പുറകിലിരിക്കുന്ന മാതാപിതാക്കൾ വരെ ഓരോ വ്യക്തികളുടെ മേലും ദൈവ സാന്നിധ്യത്തിൻ്റെ ചൈതന്യം വ്യാപരിക്കട്ടെ. കർത്താവ് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. വളരെ പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ പഠനവിധേയമാകേണ്ടതാണ്. എങ്കിൽ തന്നെയും ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന് 31 മുതൽ 31 വാക്യം മാത്രം വായിച്ചാൽ മതി. അത് നിങ്ങളുടെ മനസ്സിൽ തറച്ചിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിന് 31 വാക്യം. ആ ആ ആ ആ ആ ആ ആ ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? വളരെ പ്രാർത്ഥനയോടെ തികച്ചും ദൈവാശ്രയത്തോടെ നമുക്ക് കർത്തൃ സന്നിധാനത്തിലായിരിക്കാം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ പട്ടണത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വരേണ്ടതിന് പ്രിയപ്പെട്ടവർ ഒരുക്കിയ പ്രത്യേക അവസരത്തിന് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 12-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. കുമ്പനാട്ട് ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. എൻ്റെ 20-ാമത്തെ വയസ്സടുത്തപ്പോൾ 19-ാമത്തെ വയസ്സിൻ്റെ ഒടുവിലത്തെ സമയത്ത് തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ കർത്തൃവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. റാന്നിയുടെ ഹൃദയഭാഗത്ത്, റാന്നിക്കാരായ പല പ്രിയപ്പെട്ടവരും ഇതിനകത്തുണ്ടായിരിക്കും, റാന്നിയുടെ ഹൃദയഭാഗത്ത് റാന്നി ബഥേൽ ടൗൺ ചർച്ച് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ലോക്കൽ സഭയ്ക്ക് കഴിഞ്ഞ 26 വർഷമായി നേതൃത്വം നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കടന്നു വന്ന ശുശ്രൂഷ ഏൽക്കുമ്പോൾ 13 കുടുംബങ്ങളുള്ള 5.25 സെൻറ്റ് വസ്തുവുള്ള ഒരു ചെറിയ കൂട്ടായ്മയായിരുന്നു റാന്നിയുടെ ഹൃദയഭാഗത്തെ ആ കൂട്ടായ്മ. എന്നാൽ ഇന്ന് 125ഓളം കുടുംബങ്ങളും 280ഓളം വിശ്വാസികളുമുള്ള ഒരു വലിയ സംവിധാനമായി ദൈവം അവിടെ ഞങ്ങളുടെ ആത്മീക പ്രവർത്തനത്തെ ഉയർത്തി. നിരവധി പ്രിയപ്പെട്ടവർ ആ സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നൊപ്പം റാന്നിയിലെ പരിസര സഭകളുടെ താല്പര്യപ്രകാരം 31ഓളം ലോക്കൽ സഭകൾ ഒന്നിച്ചു ചേരുന്ന റാന്നി ഈസ്റ്റ് സെൻറ്ററിൻ്റെ ചുമതലകൾ കൂടെ വഹിക്കുവാൻ തക്കവണ്ണം വർഷങ്ങളായി ദൈവം എനിക്ക് അവസരം തന്നിരിക്കുന്നു. അങ്ങനെ ആത്മീക പ്രവർത്തനങ്ങളിൽ റാന്നിയിൽ നിലകൊള്ളുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഡാളസിൽ പാർക്കുന്നു. അവരോടൊപ്പം ദൈവത്തിന് സ്തോത്രം ചില ദിവസങ്ങൾ കടന്നു വന്ന് പാർത്ത് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ക്രമീകൃതമായിട്ടുണ്ട്. ഈ പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ദൈവനിർണയപ്രകാരം ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എവിടെ ശുശ്രൂഷിച്ചാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ആഗ്രഹം, രാവിലെ സമയത്തെ പ്രാർത്ഥനാ സമയം എൻ്റെ പ്രാർത്ഥനാ ഡയറിയുടെ പ്രധാനപ്പെട്ട പേജിൽ എഴുതി വച്ചിരിക്കുന്നൊരു വാചകമുണ്ട്. ആ വാചകം, കർത്താവേ, ശുശ്രൂഷയുടെ കാലഘട്ടം കഴിഞ്ഞ്
കർത്തൃസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ പാസ്റ്റർ രാജു മേത്ര ഒരു മിടുക്കൻ എന്നറിയപ്പെടുന്നതിനേക്കാൾ തിരുസന്നിധിയിൽ ഒരു വിശ്വസ്തൻ എന്നറിയപ്പെടത്തക്ക വിധം ഇന്ന് പകൽ ജീവിതത്തെ നയിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും എൻ്റെ ശുശ്രൂഷകൾ ചിട്ടപ്പെടുത്താറുള്ളത്. ഇന്ന് പകൽ ഇവിടെ നിങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് വ്യക്തിപരമായ ദൈവിക ദൂതായി പ്രതിഫലിക്കട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം ഒരു പഠന മനോഭാവത്തോടുകൂടെ ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടുകൂടെ വേണം നമുക്ക് ഇന്ന് പകൽ കർത്തൃസന്നിധാനത്തിലായിരിക്കാൻ. റോമാലേഖനം എന്ന് പറയുന്നത് നമുക്കറിയാം, വിശ്വാസത്താൽ ഉള്ള നീതീകരണം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ആഴമായ പഠനമാണ്. ക്രൈസ്തവ വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കാവുന്ന റോമാലേഖനം വിശുദ്ധ വേദപുസ്തകം 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകം ഒരു മുദ്രാമോതിരമായി പരിഗണിച്ചാൽ അതിൻ്റെ ഏറ്റവും ദീപ്തമായ ഭാഗമാണ് റോമാലേഖനം. അതിലേറ്റവും മനോഹരമായി തിളങ്ങുന്ന ഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം. അവിടെ ആദ്യത്തെ പദപ്രയോഗങ്ങൾ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആഴം വാക്കുകൾക്ക് അതീതമാണ്. ആത്മനിയോഗത്തോടുകൂടെ AD 57 അന്നത്തെ ക്രൈസ്തവ സഭയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ആത്മീയ കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് വാട്ട്സ് തള്ളുന്ന സിസ്റ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരുമാതിരി ഇലക്ട്രോണിക്സ് ഉണർവല്ല യഥാർത്ഥ ഉണർവ് എന്ന് റോമാലേഖനം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ ആ പറഞ്ഞ പദപ്രയോഗം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയില്ല, എങ്കിലും അറിയാം ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരുതരം ഇലക്ട്രോണിക്സ് ഉണർവാണ് ഇന്നത്തെ ആത്മീയ ഉണർവെങ്കിൽ, ആത്മീയ ശുശ്രൂഷയിൽ ദൈവാത്മാവ് ഇടപെടുമ്പോൾ, ഉണർവ് വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ നാവിൻ്റെ ചലനമോ കരങ്ങളുടെ ചലനമോ നൃത്തമോ അല്ല വിഷയം. നിങ്ങളുടെ കണ്ണ് നനഞ്ഞൊഴുകും, നിങ്ങളുടെ ഹൃദയം തകരും. അത് കഴിയുന്നില്ലെങ്കിൽ ആത്മീയത കപടമായ അഭിനയമാണ് എന്ന വസ്തുത ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എനിക്ക് ഈ ലോക്കൽ സഭയിൽ കടന്നു വന്ന് പങ്കെടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പാട്ടും ആരാധനയും മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ മലയാള തനിമ മറക്കാത്ത സാക്ഷ്യവും അന്തരീക്ഷവും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പല സഭകളും കിണറുമല്ല കുളവുമല്ല കൊളർ എന്നതുപോലെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാലമാണ്. ആ സമയത്ത് നല്ലൊരു ആത്മീയ അന്തരീക്ഷം നിങ്ങൾക്ക് നിലനിൽക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നോടൊപ്പം നിങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനം ആഴത്തിലൊന്ന് പതിയാനിടയാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഒടുക്കത്തിൽ വേർതിരിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ആ വേദഭാഗം നന്നായിട്ടറിയാം. ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് വേർതിരിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന റോമാലേഖനത്തിൽ, വിശുദ്ധ തിരുവെഴുത്തിൽ ഈ റോമാലേഖനം എന്ന പുതിയ നിയമത്തിലെ വേദപുസ്തകത്തിലെ 45-ാമത്തെ പുസ്തകത്തിലുള്ള 87-ലധികം ചോദ്യങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉയർന്നിട്ടുണ്ട്. എന്താണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം? ഇത് സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. സ്തോത്രം. വളരെ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏതോ ഒരു പ്രമേയത്തെ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലെ ഉപസംഹാര ചോദ്യമാണ് ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? അങ്ങനെയാണെങ്കിൽ ഇത് എന്ന പ്രയോഗം എന്താണ് എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിശകലനം. സ്തോത്രം. ഇത് എന്ന പ്രയോഗം അത് നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ,
ദൈവത്തിൻ്റെ അനാദി നിർണയം സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ചൊരു മഹത്തായ പദ്ധതിയുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഒന്ന് ആമേൻ പറയാൻ പറ്റുമോ? ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒഴുകിക്കയറി വന്നവരല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ പെരുമഴയത്ത് വഴിവക്കിൽ വളർന്ന ഒരു വന്യവൃക്ഷമല്ല. എൻ്റെ ദൈവത്തിൻ്റെ നിർണയം നിങ്ങളുടെ മേലുണ്ട്. ഞാനൊരു വേദഭാഗം ഉദ്ധരിക്കുമ്പോൾ എന്നോടൊപ്പം ആ വാക്യം വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പറയണം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ബാക്കി അറിയാവുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തിയെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന് സ്തോത്രം. അവിഹിതമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരല്ല ഞാനും നിങ്ങളും. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഞാനൊരു പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുമ്പോൾ എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചത് മനുഷ്യൻ്റെ കരമല്ല, മഹാദൈവത്തിൻ്റെ കരമാണ്. ഒരു കൊട്ട നെയ്തെടുക്കുന്നത് പോലെ, ഒരു ഓല നെയ്തെടുക്കുന്നത് പോലെ എന്നെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് മെനഞ്ഞത് മനുഷ്യൻ്റെ കരമല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇവിടെ നിന്ന് വിളിച്ചു പറയണം. എൻ്റെ ജന്മത്തിൻ്റെ പുറകിൽ ചലിച്ചത് ലൂസിഫറിൻ്റെ ബന്ധനമല്ല, എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യമായ പദ്ധതിയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അടുത്ത പ്രയോഗമാണ് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട പ്രയോഗം. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ആ കരമങ്ങനൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി വാ തുറന്ന് ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദം ചില വ്യക്തികൾക്ക് നേരെ ആത്മാവിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പണമുയർത്തി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഞാൻ ഉണ്ടാകുന്നതിന് മുൻപ്, എൻ്റെ മാതാപിതാക്കൾ ഈ ഭൂമിയിൽ എനിക്ക് ജന്മം തരുന്നതിന് മുൻപ് ഞാൻ എവിടെ ജനിക്കണം, എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, എൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, എൻ്റെ ജീവിത പങ്കാളി ആരാകണം, എൻ്റെ തലമുറകൾ എങ്ങനെയായിരിക്കണം, എൻ്റെ ജനനത്തിൻ്റെ നാഴികയ്ക്കും എൻ്റെ മരണത്തിൻ്റെ വിനാഴികയ്ക്കും ഇടയിൽ ഞാൻ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ മണ്ണിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ലോകത്തിന് ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ശബ്ദമുയർത്തി ആത്മാവിൽ ആരാധിച്ചിട്ട് പറയണം, എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു മഹത്തായ പദ്ധതിയുണ്ട്. ഹബ്ദരാദൽ ഘടക നൗദരാ ദിഗജകൾ ഘടക നംദരാ ദിഗനയാരകൾ ഘടക രൗദരാ ദിഗൽ ഘടക രാധികനയാരക. ഓ രക്തത്താൽ ജയം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിച്ചിരുന്നു എങ്കിൽ ആ ദൈവത്തിന് മഹത്വം. ഇയ്യോബിൻ്റെ പരിശോധനയുടെ പുറകിൽ ഒരു ശക്തി വ്യാപരിച്ചിരുന്നു എങ്കിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നുവെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നുവെങ്കിൽ, രൂത്തിൻ്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നുവെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നുവെങ്കിൽ, നീ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ചലിക്കുന്നുണ്ട്. അത് നിന്റെ തിന്മയ്ക്കല്ല, അത് നിന്റെ നന്മയ്ക്കാണ്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ്
ഈ ഭൂമിയിൽ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. സ്തോത്രം. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ആ 5 കൂട്ടം കാര്യങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം 29, 30 നിങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഗൗരവമായി രേഖപ്പെടുത്തേണ്ട ഭാഗങ്ങളാണ് 29, 30 വാക്യങ്ങൾ. വായിച്ചാട്ടെ. അവൻ മുന്നറിഞ്ഞവരെ, ഒന്ന് കരമുയർത്തി പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണെന്ന്. പോരാ, ഇത്രയും സ്വത്രമേ ഉള്ളൂ, ശബ്ദമേ ഉള്ളൂ. ആ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, എന്നെ വാടകയ്ക്കെടുത്തതല്ല, എന്നെ ചിട്ടിക്ക് പിടിച്ചതല്ല, എന്നെ പാട്ടത്തിന് കൊണ്ടുവന്നതല്ല, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമടിച്ചിട്ടൊന്ന് ശബ്ദം ഉയർത്തി പറ. ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞവനാണ്. ദൈവത്തിന് സ്തോത്രം. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കരമൊന്ന് ഉയർത്തി പറഞ്ഞ്, എൻ്റെ ദൈവം എന്നെ മുൻ നിയമിച്ചതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ. അങ്ങനെയാണെങ്കിൽ 5 കൂട്ടം കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചത്. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. വചനം ഇന്ന് പകലിവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകൾ, എൻ്റെ വാഗ്ദത്വത്തിനെതിരെ കട്ടപിടിച്ച് നിൽക്കുന്ന കൂരിരുട്ടുകൾ, എനിക്ക് നീന്തി കയറാൻ കഴിയാത്ത ഇരമ്പലുകൾ, എൻ്റെ വാഗ്ദത്വത്തെ തല്ലിക്കെടുത്തുന്ന പൈശാചിക ബന്ധനങ്ങൾ, എൻ്റെ തലമുറയെ കെട്ടിവെച്ചിരിക്കുന്ന സാത്താന്യ കെട്ടുകൾ, അതെത്ര പ്രബലമാണെന്നോർത്ത് ഭാരപ്പെടുന്ന ദൈവപൈതലിനോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു പ്രവചനാലോചന വിളിച്ചു പറയുന്നു. ആ പരിശോധനയുടെ പുറകിൽ ആരും അറിയാത്ത ഒരു കരം നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലൂസിഫറിന്റെ ശക്തിയല്ല, എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. ഗ്ലോറി, ഹല്ലേലൂയ. 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം സ്തോത്രം. ഓർക്കുക, ഈ ഭൂമിയിൽ നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ആയുസ് എത്ര കാലമുണ്ട്? സ്തോത്രം. 70, ഏറെയായാൽ 80 ഉള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതാണ്ട് മിക്കവാറും ഒക്കെ അത്രയൊക്കെ കിട്ടും. 29,200 ദിവസം. സ്തോത്രം. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നെങ്ങും പോകുകയെന്നുള്ള മട്ടില്ല. സ്തോത്രം. പണ്ട് ഒരു വല്യപ്പച്ചന് കൊച്ചുമോടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ചേച്ച് കരഞ്ഞു. എന്നാ അപ്പച്ച കരയെന്ന് ചോദിച്ചോ പറഞ്ഞു, എൻ്റെ മോളെ, നിൻ്റെ വല്യമ്മ എൻ്റെ മോൾ എനിക്ക് വെള്ളം തന്ന് അവള് പോയി. അതിനുശേഷം അവിടെ മോൾ എനിക്ക് വെള്ളം തന്ന് അവളും പോയി. അതിനുശേഷം കൊച്ചുമോൾ നീ എനിക്ക് വെള്ളം തരിക, നിൻ്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഈ ഉള്ളവൻ ആരാണ് വെള്ളം തരുന്നെന്നോർത്താണ് ഈ അപ്പച്ചൻ കരഞ്ഞത്. കണ്ടോ? ഇതുപോലെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര നാളുണ്ട് ഇവിടെ? സ്തോത്രം. ഞാൻ ഓർക്കയാണ്, കൊച്ചൊരായുസ്. ഇത് അതിവേഗം തീരും. സ്തോത്രം. വളരെ വേഗം തീരും. ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന ഈ 3 അക്ഷരം പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിലെത്തുമ്പോൾ സാധാരണ 99% ആളുകൾക്കും 29,200 ദിവസം തികയ്ക്കാൻ കിട്ടുകയില്ല. കൃപയാൽ ദൈവം നമുക്ക് എല്ലാവർക്കും അത് തരട്ടെ. അതിനുശേഷവും ഇരിക്കട്ടെ. പിന്നെ ഇരുന്നാൽ ഇരിക്കുന്നവർക്കും കഷ്ടം, നോക്കുന്നവർക്ക് അതിനേക്കാട്ടിൽ കഷ്ടം. അതുകൊണ്ട് ഇവിടെ വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ടല്ലോ, നാട്ടിലും അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. എങ്കിലും ഒരു 29,200 ദിവസം. സ്തോത്രം. ഇതിനകത്ത്
നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഗ്രഹിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ മുന്നറിഞ്ഞവരെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മേൽ ഒരു മുന്നറിവുണ്ട്. സ്തോത്രം, മുന്നറിവുണ്ട്. മുന്നറിവ് എവിടെ തുടങ്ങി? ചോദ്യം ഇതാണ്, മുന്നറിവ് എവിടെ തുടങ്ങി? നാം അവൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മെ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുൻപെയാണ്. ലോകത്തിൻ്റെ ഭൂമിക്ക് ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപ് ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ഇനിയും ഭാവികാല നിത്യതയിൽ തേജസ്കരണം എവിടെ അവസാനിക്കും? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ നിത്യതയുടെ തങ്കത്തെരുവിലെത്തുമ്പോൾ കോടിക്കണക്കിന് വിശുദ്ധ ദൂതന്മാരുടെ നടുവിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ എൻ്റെ കർത്താവിനെ മുഖാമുഖം കാണുന്നതായിരിക്കും നമ്മുടെ തേജസ്കരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നറിവിനും തേജസ്കരണത്തിനും ഇടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയാവുന്നത് വിളിയും നീതീകരണവും മാത്രമാണ്. എന്നാൽ വിളിക്കും നീതീകരണത്തിനു മുൻപ് ദൈവത്തിൻ്റെ മുന്നറിവും ദൈവത്തിൻ്റെ തേജസ്കരണ പദ്ധതിയും മറച്ചു വെച്ചതിന് ശേഷമാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ ഇന്ന് പകലിരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവമേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഭാവി പദ്ധതി എന്നെ അറിയിക്കേണ്ടതിന് നിന്റെ ബലമുള്ള കരം എനിക്ക് അനുകൂലമായിട്ട് ഉയർന്നു വരണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഇതിന് നടുവിൽ നമ്മെ ഒരുക്കിയെടുക്കുന്ന ചില പ്രത്യേക പദ്ധതികളുണ്ട്. നീയും ഞാനും കടന്നു പോകുന്ന ശോധനകൾ എത്ര വലുതാണെങ്കിലും ആ ശോധനയ്ക്കകത്തുകൂടെ പ്രാർത്ഥിക്കുന്ന നിന്നെ സ്വർഗം ദിവസം ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, വെറുതെയല്ല നിങ്ങളെ ഈ ആലയത്തിൽ ദൈവം കൊണ്ടുവന്നത്. ദൈവം നിങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതികൾ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് അനാദി നിർണയമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ അനാദി നിർണയം? സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ അനാദി നിർണയം? ഞാൻ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഈ വസ്തുതകൾ പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഈ ചിന്തകൾ ഒന്ന് ആഴത്തിൽ പതിയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ അനാദി നിർണയം വിധിയല്ല. ഭാരതീയ ചിന്തയിൽ വിധി എന്നതുണ്ട്, വിധി. എന്നാൽ നിങ്ങൾക്കറിയാമോ, വിധി ദൈവത്തിനുണ്ടെങ്കിൽ ദൈവത്തിന് ന്യായം വിധിക്കാൻ സാധ്യമല്ല. വ്യക്തികളെ ന്യായം വിധിക്കണമെങ്കിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം. അന്തിമ വിധിവേദിയാണ് എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം, അന്തിമ വിധിവേദിയിലൂടെ ഓരോരുത്തർ കടന്നു പോവുകയാണ്. നമുക്കൊക്കെ അറിയാം. എൻ്റെ ഒരു ഭാവന ഞാൻ പറയുകയാണ്. സ്തോത്രം. ദൈവം വിളിക്കുന്നു, ഫൂലാൻ ദേവി, നമുക്കറിയാമല്ലോ, ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി. അവൾ ഇങ്ങോട്ട് കയറി വരികയാണ്. കൊലപാതകിക്ക് നിത്യ നരകമാണ് ഓഹരി എന്നറിയില്ലേ, പോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് അവളെ തള്ളിവിടാൻ നേരത്ത് അവൾ തിരിഞ്ഞു നിന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കുകയാണെന്നിരിക്കട്ടെ. ദൈവമേ, ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് ഒരു ചോദ്യം ഒന്ന് ചോദിക്കട്ടെ. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു പ്രത്യേക സമയത്ത് ബലഹീനയായി ഉപദ്രവിക്കപ്പെടണമെന്നും ആ ഉപദ്രവത്തിൻ്റെ പക തീർക്കാൻ കയ്യിൽ ആയുധമെടുത്ത് ചമ്പൽക്കാടിനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയാകണമെന്നും അവസാനം നിരവധി ആളുകളെ കൊന്നുകൂട്ടി മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നാട്ടിൽ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടൊരു വണ്ടിയിൽ കയറുമ്പോൾ വെടിയേറ്റ് നിലത്ത് വീണ് ചോരയിൽ കുളിച്ച് അവസാനിക്കണമെന്നും എൻ്റെ തലയിൽ വരച്ച് വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് എൻ്റെ ഈ നരകത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായടയാൻ സാധ്യതയുണ്ട്. ഇവിടെ വരുമ്പോഴാണ് യൂദായെ ദൈവം ഒറ്റിക്കൊടുക്കാൻ മുൻനിർണയിച്ചിട്ടില്ല എന്ന വസ്തുത ഗ്രഹിക്കേണ്ടത്. സ്തോത്രം. യൂദായെ ദൈവം ഒറ്റിക്കൊടുക്കാൻ മുൻനിർണയിച്ചിട്ടുണ്ടെങ്കിൽ യൂദയെ ന്യായം വിധിക്കാൻ ആർക്ക് പറ്റില്ല? ദൈവത്തിന് പറ്റില്ല. സ്തോത്രം. ഓർക്കുക, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മുൻനിർണയം വേറെ, ദൈവത്തിൻ്റെ മുന്നറിവ് വേറെ. മനസ്സിലാകുന്നുണ്ടോ? ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുന്നു. എനിക്ക് ദൈവദാസൻ അനുവദിച്ചിരിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പേ നിർത്താനും ആ സമയം വരെ തുടരാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എൻ്റെ ദൈവം സർവജ്ഞാനിയായതുകൊണ്ട് 12:30 കഴിയുമ്പോൾ നിർത്തേണ്ടി വരും എന്ന് എനിക്കറിയാമെങ്കിലും 12:15 പ്രസംഗം നിർത്താൻ ഞാൻ തയ്യാറായാൽ ഞാൻ 12:15 നിർത്തുമോ 12:30 വരെ തുടരുമോ എന്ന് ദൈവം തന്നെ സർവജ്ഞാനത്തിൽ അറിയുന്നു. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ യൂദയെ ഒറ്റിക്കൊടുക്കാൻ ദൈവം
മുൻ നിർണയിച്ചതല്ല. യൂദ ഒറ്റിക്കൊടുക്കും എന്ന് ദൈവം തന്നെ സർവജ്ഞാനത്തിൽ അറിയുന്നു. ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നീ നിത്യതയിലെത്തുമോ ഇല്ലയോ എന്ന് ദൈവം തന്നെ സർവജ്ഞാനത്തിൽ അറിയുന്നു. എന്നാൽ ഓർക്കുക, നിത്യതയിലെത്താൻ പ്ലാൻ ചെയ്ത നിന്റെ മേൽ എൻ്റെ ദൈവം അനുവദിക്കുന്ന ചില പരിശോധനകളുണ്ട്. അത് നിന്നെ തകർക്കാനല്ല, തൻ്റെ പുത്രൻ്റെ തത്തുല്യ രൂപത്തെ നിന്റെ മേൽ തെളിയിച്ചെടുക്കാൻ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. സ്തോത്രം. ഞാനൊരു വസ്തുത പറയാം. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്നതെല്ലാം സമൃദ്ധിയല്ല. സമൃദ്ധിക്കകത്ത് മറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ കണികളുണ്ട്. എന്നാൽ ഒരു ഭക്തനെ ദൈവം കടത്തിവിടുന്നത് സഹിക്കാൻ കഴിയാത്ത ചില ശോധനകളിലൂടെയാണ്. ഈ ശോധനയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒരു ഭക്തൻ്റെ സമൃദ്ധിക്കകത്ത് മറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ കണികളുണ്ട്. എന്നാൽ ഭക്തൻ്റെ കഷ്ടതയിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന് അനുഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. മാളത്തിലെ ദാവീദായിരുന്നോ മാളികയിലെ ദാവീദായിരുന്നോ വിശുദ്ധൻ? പ്ലീസ് ഒന്ന് ശ്രദ്ധിച്ചേ. മാളത്തിലെ ദാവീദായിരുന്നോ മാളികയിലെ ദാവീദായിരുന്നോ വിശുദ്ധൻ? മാളത്തിലെ ദാവീദായിരുന്നു വിശുദ്ധൻ. കാരണം അതിനകത്ത് ശോധനയിലൂടെയാണ് അവൻ കടന്നുപോയത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന ചില പരിശോധനയുടെ പുറകിൽ നിങ്ങൾ അറിയാത്ത ദൈവത്തിൻ്റെ ബലമുള്ള കരം ഇന്ന് പകൽ നിങ്ങൾക്ക് അനുകൂലമായി വ്യാപരിക്കുന്നു. ഞാൻ ആത്മനിയോഗത്തോടെ ഈ പുൾപിറ്റിൽ നിന്ന് വിളിച്ചു പറയട്ടെ, നീ കുടിച്ചു തീർത്ത വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കുന്ന കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇതിനകത്തിരിക്കുന്നവരിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി ആലോചന വിളിച്ചു പറയുന്നു. മറ്റുള്ളവരെ കണ്ട് ചിരിക്കുമെങ്കിലും ആളുകൾക്ക് കൈ കൊടുക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളു പൊള്ളുന്ന ചില വിഷയങ്ങളുമായി ദൈവസ്ഥലിരിക്കുന്ന ദൈവപൈതലേ, നീ ഒഴുക്കുന്ന കണ്ണുനീരിന് നിത്യതയിൽ പ്രതിഫലമുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാ പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ സ്തോത്രം പറയാൻ നിന്റെ നാവുകൾ സ്തോത്രത്തോടെ ചലിക്കണം. ഇവിടെ ഇരിക്കുന്ന ആരാധിക്കുന്ന നിങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന ശോധന തിന്മയ്ക്കല്ല, അതിനകത്ത് ദൈവം മറച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ കണികൾ, നന്മകളുണ്ട്. യേശുവിന്റെ രക്തത്താൽ അത് തകർക്കാൻ സാത്താനെ വിട്ടുകൊടുക്കാതെ നിന്നെ രൂപപ്പെടുത്താൻ ദൈവത്തിന്റെ ബലമുള്ള കരം ചലിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ മഹാദൈവത്തോട് ഏറ്റവും അടുത്ത് സമ്പർക്കം പുലർത്തിയ ആ വ്യക്തി ആരായിരിക്കും? ഈ വിശുദ്ധ തിരുവഴുത്തിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് സമ്പർക്കം പുലർത്തിയ വ്യക്തി ആരായിരുന്നു? മോശ. നിങ്ങൾക്കറിയാമോ, ഈ മോശ സാധാരണക്കാരനല്ല. കാട്ടുവടി നീട്ടി കടലിനെ രണ്ടായി മുറിക്കാൻ ശക്തി പ്രാപിച്ച മോശ. പർവ്വതത്തിന് മുകളിൽ തീജ്വാല, മേഘം, അന്ധതമസ്, കൂരിരുട്ട് എന്നിവയിൽ കത്തിയിറങ്ങുന്ന ദൈവതേജസ്സിൻ്റെ തീജ്വാലയ്ക്കകത്തോട്ട് കയറി ചെന്നിട്ട് ആ തീജ്വാലയ്ക്കകത്തിരുന്ന് ചില മണിക്കൂറുകൾ പ്രാർത്ഥനാ നിരതനായ ഈ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനം പറയണം, മോശേ നിന്റെ ത്വക്ക് പ്രകാശിക്കുന്നു, അതുകൊണ്ടൊരു മൂടുപടമിട്ടുകൊണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കകത്ത് അലക്ഷ്യഭാവത്തിൽ ഇരുന്ന് വിശ്രമിച്ചേച്ച് പോയ ആളല്ല മോശ. മഹാദൈവത്തിൻ്റെ തേജസ്സിനെ സ്വന്തം ത്വക്കിലേക്ക് ഏറ്റെടുത്തിട്ട് പർവ്വതത്തിൽ നിറങ്ങി വരുന്ന സമയം സർവശക്തനായ മഹാദൈവത്തിൻ്റെ തേജസ്സിനെ സ്വന്തം ത്വക്കിലൂടെ സമൂഹത്തിൽ പ്രതിഫലിപ്പിച്ച ഒരു അസാധാരണ വ്യക്തിയാണ് മോശ. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, മുൾപ്പടപ്പിന് മുൻപിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഈ തീ സ്വന്തം ശരീരത്തിൻ്റെ ത്വക്കിൽ പ്രതിഫലിപ്പിച്ച ഈ കർത്തൃദാസൻ, സ്തോത്രം, അസാധാരണ ദൈവ മനുഷ്യൻ. പക്ഷേ ഒരു ദിവസം പർവ്വതത്തിന് മുകളിൽ ചെന്ന് കവിണ് വീണിട്ട് വിളിച്ചു പറഞ്ഞ വാചകം കേൾക്കണോ? എന്നെ കൊന്നുകളയണേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ ശരീരവും മനസ്സും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ശരീരത്തിനകത്ത് ഈ ജീവൻ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, എനിക്ക് മരണം മതി. ഇത് സാധാരണക്കാരനല്ലെന്ന് ഓർക്കണം. നിങ്ങൾക്കറിയാമോ, കാലം കണ്ട കരുത്തുറ്റ ശക്തനായ ഇരമ്യാവ്, ആ ദൈവവൃത്യൻ സാധാരണക്കാരനല്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. കഷ്ടവും
സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? അയ്യോ, എൻ്റെ ജനത്തെ വിട്ട് പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതൊരാൾ അനുഭവിക്കാത്ത മാനസിക സംഘർഷങ്ങൾക്കകത്ത് ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മുരടിച്ച ചില വ്യക്തികൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഇത് നിന്നെ തകർക്കാനല്ല, ഇതിനകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ അസാധാരണ ശക്തി കൊണ്ട് നിന്നെ പുറത്തെടുത്തിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അഭിഷേകം നിന്റെ ശിരസിന്മേൽ പകർന്ന് നിന്നെ വ്യത്യസ്തനാക്കാൻ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം ഈ സഭായോഗത്തിന് നടുവിൽ ബലത്തോടെ വ്യാപരിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തെ തല്ലി തകർക്കാൻ വാദിച്ചു നിൽക്കുന്ന ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അഴിച്ചു മാറ്റിയിട്ട് നിന്റെ കണ്ണുനീരിന് മുൻപിൽ ദൈവം ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്ന പകലാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കട്ടെ. അത് ബോധ്യമുള്ള ദൈവമക്കളുടെ അധരങ്ങൾ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകൾ മൗനമായിരിക്കട്ടെ, പുറകിലും മുൻപിലും ഇരിക്കുന്ന ആളുകൾ നിശബ്ദരായിരിക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് ഇടപെടുന്നുണ്ട് എന്ന് പറയുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങൾക്കകത്തു നിന്ന് ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. എനിക്ക് സഹിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്നെ തകർക്കാനല്ല, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ഇതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്, എന്നെ രൂപപ്പെടുത്താൻ. ഗ്ലോറി! ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ചില വ്യക്തികളെ ആത്മാവിൽ ഒരുക്കുകയാണ്. ചില വ്യക്തികളെ വിരൽ ചൂണ്ടി ദൈവത്തിന് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ കുരിശ് നിന്നെ തകർക്കാനല്ല, നിന്നെ ആത്മീയമായി തെളിയിച്ചു നിർത്താൻ ഈ കുരിശ് ദൈവത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് സഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കളെക്കാൾ നീ അനുഭവിക്കുന്ന മുള്ളുകളെ ഓർത്തുകൊണ്ട് ഈ യോഗത്തിനകത്തിരുന്ന് വിളിച്ചു പറയണം, അത് അനുവദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനകത്ത് ദൈവമേ സഹിക്കാൻ കൃപ തരണമേ എന്ന്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. നിന്റെ ഹീതം, ഇത് പാടിയ ആളിൻ്റെ പേരോർമ്മയുണ്ടോ? ഇത് പാടിയ ആളിൻ്റെ പേരോർമ്മയുണ്ടോ? അല്ല. ഇത് പാടിയ സമയത്ത് അനുഭവിച്ച പ്രതിസന്ധി ഓർമ്മയുണ്ടോ? സ്തോത്രം. എപ്പോഴായിരുന്നു മോശവത്സലം ഇത് പാടിയത്? നീരോ നീര പാംവാഴിയോ നീണ്ട നാടേ യോ കൂറുതോ പാരം കരൻ ഓടുന്നതോ പാരീതിയിലും ഭാഗ്യം നിന്റെ ഗീതം. ആമേൻ. ഓർക്കുക, സ്വന്തം ഏക മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്ന് ഒരു ഭക്തൻ പാടിയ പാട്ടാണ് ഇതെങ്കിൽ അപ്പസ്തോലിക കാലഘട്ടത്തിലെ വിശുദ്ധന്മാരുടെ കാഴ്ചപ്പാടല്ല ഇന്നത്തെ തലമുറയുടെ ആധുനിക പ്രോസ്പെരിറ്റി തിയറി. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുഷ്ട കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ കഷ്ടതയുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം മറഞ്ഞിരിപ്പുണ്ട്. ഇത് ഒടുവിലത്തെ സമയം നന്മയ്ക്ക് തന്നെയാണ്, ഇത് തിന്മയ്ക്കായിരിക്കയില്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അല്ല, ഈ വചനത്തെ ചിലത് അകത്ത് കയറിയാൽ ഇന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. പണ്ട് ഈ നമ്മുടെ നാട്ടിൽ കരപ്പൻ എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു. കരപ്പൻ. ഇത് വന്നിട്ടുള്ളവർ, കഷായം കുടിച്ചിട്ടുള്ളവർ ഒക്കെ ഇതിനകത്തുണ്ടല്ലോ. മാതാപിതാക്കൾ കഷായം കുടിപ്പിക്കുന്നത് അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് വന്നിട്ടുണ്ട്. മുട്ടിൻ്റെ താഴോട്ട് കരപ്പൻ്റെ പൊടി പൂരമായിരുന്നു. സ്തോത്രം. കുളിപ്പിക്കാൻ നേരത്ത് അമ്മ നനകല്ലേലോട്ട് കയറ്റി നിർത്തിയിട്ട് കൊടിത്തണ്ട് പറിക്കാൻ പോകുമ്പോഴേ മനസ്സിലാകും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അയ്യോ, കൊടുത്തണ്ട് കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിനകത്തോട്ട് മുക്കി സൈഡ് വശം ഒന്ന് ഇടിച്ച് റെഡിയാക്കിയിട്ട് കാലയിലൊരു പിടിപ്പീരുണ്ട്. സകല ലോകവും കാണും. ദൈവത്തിന് സ്തോത്രം. അവസാനം ഇത് കഴിഞ്ഞ് മരുന്നൊക്കെ പുരട്ടി കട്ടൻ കാപ്പിയുടെ കളറുള്ള കടും കഷായം, ഓർമ്മയുണ്ടല്ലോ പണ്ടത്തെ കഷായം, വെന്ത് കുറഞ്ഞു വരുന്ന ആ
കത്തി കഴിക്കുന്ന കഷായം, ആ കഷായം എടുത്തുകൊണ്ട് വന്ന് അപ്പൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പൻ മുട്ടിനിടയിലോട്ട് കയറ്റി 2 കൈയും കൂടെ പിടിച്ച് കൂട്ടിക്കെട്ടിയിട്ട് ഒരു കുടുപ്പിയിലുണ്ട്. നിങ്ങളിൽ ചിലരുടെ മുഖം ഇരിക്കുന്നത് പോലെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതൊന്ന് അകത്തോട്ട് ചെലുത്തുന്നതിന് എന്താ ഇത്ര ഭഗീരഥ പ്രയത്നം? പറയാം, എടാ ഇവത്തേൽ ഒരു തടം അകത്ത് കയറിയാൽ ഇവൻ്റെ കരപ്പൻ മാറുമെന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഒത്തിരി സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഇവത്തേൽ ഒരു തടം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമെന്ന് ഉറപ്പാ. ഇന്ന് പകൽ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് മഹത്തായൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പഠിച്ചു നോക്കൂ. ഈ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പഠനത്തിൽ മാനസികവും ശാരീരികവുമായ ബലത്താൽ അസാധാരണ കരുത്തനായി അറിയപ്പെട്ടൊരു കർത്തൃദാസനുണ്ട്. ഒരാളിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും നല്ലത് വയറിൻ്റെ വലിപ്പം ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളെപ്പോലൊക്കെ ഈ ദൈവത്തിന് സ്തോത്രം ഈ മധ്യപൂർവ്വ പ്രദേശത്തിന് അല്പം വലിപ്പം ഉണ്ടെങ്കിൽ ബലഹീനത കൂടുതലുണ്ടെന്നതിനർത്ഥം. പ്രായം കൂടുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകും. സ്തോത്രം. ഒരല്പം നാണയത്തൊട്ട് വല്ലതും കയ്യിൽ നിന്ന് താഴോട്ട് വിട്ടാൽ വീണു പോയാൽ അത് കുനിഞ്ഞെടുക്കണമെങ്കിൽ പ്രായമുള്ളവർക്കുണ്ടാകുന്ന അസ്വസ്ഥത. എന്നാൽ ഏലിയാവെന്ന കർത്തൃദാസന് കൊടവയർ ഒട്ടുമില്ലായിരുന്നു എന്നതാണ് താൻ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടത് കൊണ്ട് വ്യക്തമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇവിടുത്തെ ഈ ചോറൊക്കെയാണോ കഴിക്കുന്നത്? സ്വർഗത്തിൻ്റെ ബോർമയിൽ ഉണ്ടാക്കിയതല്ലേ കഴിക്കുന്നത്? അപ്പോൾ എന്തായാലും വേണ്ടില്ല. ഈ ദൈവദാസൻ്റെ ശാരീരികാരോഗ്യം എങ്ങനെ ഉണ്ടായിരുന്നു? പോട്ടെ, മാനസിക ബലം എങ്ങനെയുണ്ട്? തിസ്ബയുടെ മലം ചരിവുകൾക്കിടയിൽ പ്രാർത്ഥനാ നിരതനായിട്ടൊരു കൊടുങ്കാറ്റ് പോലെ രാജാഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു വന്ന് അവൻ്റെ കാവൽ നായ്ക്കളെയോ കരിമ്പൂച്ചകളെയോ ഭയപ്പെടാതെ അങ്ങോട്ട് കയറി മുഖത്ത് വിരൽ ചൂണ്ടി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം പൂട്ടിക്കെട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ട് അധികാരത്തോടെ, അതേ ദൈവത്തിന് സ്തോത്രം, ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാനസിക ബലം അസാധാരണ ബലമാണ്. സ്തോത്രം. ഇനിയും ദൈവത്തിന് സ്തോത്രം, ഇദ്ദേഹത്തിൻ്റെ ശാരീരിക ബലം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ആഹാബിൻ്റെ പ്രവാചകന്മാരുടെ കൺമുൻപിൽ വെച്ച് അവരുടെ അദ്ദേഹത്തിൻ്റെ യാഗപീഠത്തിൽ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയതിന് ശേഷം അല്പ മിനിറ്റുകൾക്കുള്ളിൽ ഈ കർത്തൃദാസൻ ഒരു യുദ്ധവീരനായിട്ടങ്ങ് മാറി. ആഹാബിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടി നുറുക്കി. അതിനുശേഷം അതിൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ആഹാബിനോട് സംസാരിക്കുന്ന വാക്കുകൾ, രഥം പൂട്ടി ഓടിക്കൊള്ളുക, പെരുമഴ വരുന്നു. ഒരു മനുഷ്യൻ്റെ കൈ പോലെയുള്ള ചെറുമേഘം കണ്ടിട്ട് പെരുമഴ പ്രവചിച്ച ഈ കർത്തൃദാസൻ ആഹാബിൻ്റെ ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടിവലിക്കുന്ന രാജരഥത്തിന് മുൻപിൽ ഒരു മാരത്തേൺ ഓട്ടം ഓടണമെങ്കിൽ ശാരീരികമായി ബലമില്ലാഞ്ഞിട്ടല്ല, ശാരീരികമായി നല്ല ആരോഗ്യമുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ മാനസിക കരുത്തും ശാരീരിക കരുത്തുമുള്ള ഒരു കർത്തൃദാസൻ അടുത്ത ദിവസം ആഹാബിൻ്റെ ആഹാബിൻ്റെ ഭാര്യ ഇസബേലിൻ്റെ ഭീഷണി വാക്കിന് മുൻപിൽ ചൂരച്ചെടി തണലിൽ കിടന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാമോ? മതി മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാം, അങ്ങനെ അവസാനിക്കാനല്ല നിന്നെ ദൈവം മുൻകണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ചൂണ്ടി വിളിച്ചു പറയുന്നു, നിന്നെക്കുറിച്ച് ദൈവം യുഗങ്ങളുടെ കാര്യപരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് ശാപവാക്കുകൾ പുറപ്പെടരുത്. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കരമൊന്ന് ഉയർത്തി പറഞ്ഞ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് പകൽ കടന്നു പോകുന്ന എൻ്റെ തിന്മയെ എൻ്റെ ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഞാൻ പ്രതിസന്ധികളുടെ മേൽ ജയമെടുത്തിട്ട് വിളിച്ചു പറയുന്നു, 2024 മെയ് മാസത്തിൽ ഞാൻ കടന്നു പോകുന്ന ഇന്നത്തെ പ്രതിസന്ധിയെ അധികം താമസിക്കാതെ എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റുമെന്നുള്ളതിനാൽ ഈ തിന്മ എൻ്റെ മേൽ ജയിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ചോദിക്കുന്നു, നിന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന പദ്ധതികൾ വലുതായിരിക്കെ നീ അഭിമുഖീകരിക്കുന്ന പോരാട്ടത്തിന് നടുവിൽ നിരാശ പുലമ്പുന്നത് ഇന്ന് പകൽ നിർത്തിയിട്ട് അസാധാരണ ആത്മവീര്യത്തോടെ ചാടി എഴുന്നേൽക്കുക. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഉന്നതമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം അർപ്പിച്ചിട്ട് പറ, എൻ്റെ ജീവന്റെ പുറകിൽ മനുഷ്യന്റെ കരമല്ല, ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അതെ, കേരളീയ ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് വിധി എന്നോ അല്ലെങ്കിൽ
ഒരാളിനെ കുറിച്ചുള്ള ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളൊന്നോ പറയാവുന്നത് പോലെ ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ഞാൻ പറഞ്ഞു നിർത്താം. തിസ്ബയുടെ മലംചരിവുകളിൽ പ്രാർത്ഥനാ നിരതനായിരുന്നതിന് ശേഷം രാജകൊട്ടാരത്തിൽ രാജാവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മപ്രവചനങ്ങൾ നിയോഗിച്ചെന്ന് പറഞ്ഞിട്ട് കെരീത്തിൻ്റെ കരയിൽ കാക്കച്ചുണ്ടിൽ നിന്നും അനുഭവിച്ച് പ്രാർത്ഥിച്ചേറ്റുവാങ്ങി കെരീത്തിൻ്റെ ഉറവകൾ അടയുമ്പോൾ സരേപ്തയിലെ വിധവയുടെ വീട്ടിലെത്തിയിട്ട് അവളുടെ കലത്തിനകത്തെ മാവിൻ്റെ ഉറവയും അവളുടെ തുരുത്തിയിലെ എണ്ണയുടെ ഉറവയും വർദ്ധിപ്പിച്ചിട്ട് അവളുടെ മകനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയതിന് ശേഷം സ്തോത്രം ആഹാബിൻ്റെ രാജരഥങ്ങൾക്ക് മുൻപിൽ ഓടത്തക്ക ദൈവശക്തിയോടെ ഉപയോഗിക്കപ്പെട്ട് അവരുടെ അന്ത്യം കുറിച്ചുകൊണ്ട് അടുത്ത രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് ഏലിശയും ഏലിയാവും കൈകോർത്ത് പിടിച്ച് യോർദാൻ്റെ അക്കരയിലോട്ട് നടന്നു നീങ്ങുന്ന സമയം സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വരഥങ്ങൾ ഇറങ്ങി വന്നൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? അഗ്നി അശ്വരഥങ്ങൾ ഇറങ്ങി വന്ന് പച്ചയ്ക്ക് മനുഷ്യ മാംസത്തിൽ ആ ദൈവത്തിൻ്റെ അഗ്നിത്തേരിൽ കയറിയിരുന്ന് സ്വർഗ പറുദീസയിലേക്ക് പറന്നു കയറി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കാൽവറിയിൽ മരിക്കുന്നതിന് മുൻപ് ഒലിവ് മലയിലേക്കൊന്ന് ഇറങ്ങി വന്ന് പത്രോസും യാക്കോബും യോഹന്നാനും ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ നോക്കി നിൽക്കുമ്പോൾ യേശുവിനെ ധൈര്യപ്പെടുത്താൻ സംസാരിച്ചിട്ട് തിരിച്ച് പറുദീസയിലേക്ക് പോയി. ഇവിടെ ഫിലദൽഫിയയിൽ ഇത്രയും ദൈവമക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യകുലത്തിൽ നിന്നും പച്ച മാംസത്തിൽ സ്വർഗത്തിൽ വസിക്കുന്ന ഏകനായി തുടർന്നിട്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡയുടെ കാലത്ത് പലസ്തീൻ്റെ മണ്ണിലേക്ക് സ്വന്തം ശരീരത്തിൽ ഇറങ്ങി വന്ന് അവർക്കെതിരെ പോരാടിക്കൊണ്ട് അവസാനം നഗരവീഥിയിൽ മരിച്ചു വീണ് അവർ നോക്കി നിൽക്കെ ലോകത്തിൻ്റെ 5 വൻകരകളിലുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ സിസ്റ്റങ്ങൾക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാലൂന്നി എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകത്തക്ക വിധം യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നവനാണോ ഒരു സ്ത്രീയുടെ ഭീഷണി വാക്കിന് മുൻപിൽ നിരാശപ്പെടുന്നത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു പദ്ധതി എൻ്റെ ദൈവം നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ നിനക്കെതിരെ ഉയരുന്ന വെല്ലുവിളികൾക്ക് മുൻപിൽ നീ തലകുനിച്ചു നിൽക്കാതെ ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവകൃപയുടെ വ്യാപാരം നിന്റെ ശിരസിന്മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിക്കായി ഞാൻ എന്നെ തരുന്നെന്ന് പറയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ആമേൻ ചെയ്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ, ആ കരങ്ങൾ ഉയരട്ടെ ദൈവസന്നിധിയിൽ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കൂടെ പറപ്പേ എൻ്റെ കുഞ്ഞ്, നീ കടന്നു പോകുന്ന വിഷയത്തിന് പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തികളോട് ഞാൻ വിളിച്ചു പറയുന്നു, ബാല്യത്തിൽ അല്ലെങ്കിൽ കൗമാര സമയത്ത് ദൈവത്തിന് സ്തോത്രം എസ്തേറിൻ്റെ മാതാപിതാക്കൾ മരിച്ചതാണ്. കുഞ്ഞെ, നിന്റെ കുടുംബത്തിൽ സംഭവിച്ച ആ അസാധാരണ പ്രതിസന്ധിക്ക് പുറകിൽ ദൈവത്തിന് പ്ലാനുണ്ട്. നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിൽ വരത്തുള്ളൂ. അവൻ്റെ പരിചരണയിൽ വന്നെങ്കിലേ അഹശ്വേരോശിൻ്റെ ഭാര്യയാകത്തുള്ളൂ. അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാൻ്റെ കഴുത്തിൽ കഴുകുമരം കയറുകയുള്ളൂ. അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടുകയുള്ളൂ. 2024 മെയ് മാസത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ച ജീവൻ്റെ വചനം കേട്ടുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ നീ ഇന്ന് അനുഭവിക്കുന്ന കൈപ്പേറിയ ചില വിഷയങ്ങളുടെ പുറകിൽ എൻ്റെ ദൈവം മറച്ചു വച്ചിരിക്കുന്ന പദ്ധതി ഏതെന്ന് കാണാൻ നിന്റെ കണ്ണുകൾക്ക് പ്രകാശമില്ലെങ്കിലും ആ തിരശ്ശീലയ്ക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആരാധനയ്ക്കകത്തിരുന്ന് കരമുയർത്തിപ്പറ, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഗ്ലോറി പോരാ പോരാ പോരാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ, രൂത്തിൻ്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ, നീ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ഇത് തിന്മയ്ക്കല്ല, ഇതിൻ്റെ പുറകിൽ ദൈവം ഒരു നന്മ മറച്ചു വെച്ചിട്ടുണ്ട്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആ 2 കരങ്ങൾ കർത്താവിലേക്ക് എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ജീവൻ്റെ പുറകിൽ ദൈവമേ നീ മറച്ചു വെച്ചിരിക്കുന്ന മഹത്തായ പദ്ധതികൾ കാണത്തക്ക വിധം ഇന്ന് പകൽ ദൈവശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ 2 കരങ്ങളും ഉയർത്തി ഒരു നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, ഇതിനകത്തൊരു അസാധാരണ ദൈവിക സ്പർശനം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്.
ചില വ്യക്തികളുടെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന നിരാശയുടെ ബന്ധനങ്ങളെ ആത്മമണ്ഡലത്തിൽ കർത്താവ് ഇന്ന് പകൽ എടുത്തു മാറ്റാൻ തുടങ്ങുകയാണ്. ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഈ ആലയം വിട്ടിറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനകത്ത് മരണം പോലും കൊതിക്കത്തക്ക വിധം നിങ്ങളുടെ ഉള്ളിൽ പിടയുന്ന ചില ബന്ധനങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. ഇനി അധികം മണിക്കൂറുകൾ നിന്നോട് പൈശാചിക ബന്ധനം പോരാടുകയില്ല. ഇന്ന് പകൽ സ്വർഗം അതിനെ അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. ഒരു അസാധാരണ ധൈര്യം ചില വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ആരാധനയിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് നടുവിൽ ദൈവപുത്രന്റെ കരം ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ മനസ്സിനെ വല്ലാതെ തകർത്ത് ഏകാന്തതയിൽ നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ പശ്ചാത്തലം ഒരുക്കി സാത്താൻ വിജയിക്കാൻ കോപ്പുകൂട്ടുമ്പോൾ ഈ ആരാധനയ്ക്ക് നടുവിലെ കെട്ടിനെ സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് ഒരു അസാധാരണ ഇടപെടൽ നിന്റെ കുടുംബത്തിന്റെ ചില പ്രത്യേക വിഷയത്തിന്മേൽ എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് ഈ സഭായോഗത്തിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് ദൈവത്തിന് സ്തോത്രം. ഒലിവുമലയുടെ കയറ്റം കയറി പോകുന്ന ദൈവത്തിൻ്റെ ദാസൻ ദാവീദേ, നിന്നോട് ദൈവം ഇടപെടുന്ന ദിവസങ്ങളാണ്. നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പോരാട്ടത്തെ എൻ്റെ ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് ആരാധിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, മറ്റാരോട് സങ്കടം തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ പദം പറഞ്ഞ് കരയുന്ന ചില വിഷയത്തിന്മേൽ ഈ സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഇടപെടുന്നെന്ന് മാത്രമല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പുതിയ അധ്യായങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ആ രണ്ട് കരങ്ങൾ കർത്താവെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തെ നിൻ്റെ കരങ്ങളിൽ കൈമാറുകയാണ്. യേശുവേ എന്ന് ശബ്ദം ഉയർത്തി വിളിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊന്ന് ശബ്ദം ഉയർത്തി വിളിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ഒന്ന് ശബ്ദം ഉയർത്തി വിളിച്ച് ആ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ശബ്ദം ഉയർത്തി വിളിച്ചു പറഞ്ഞിട്ട് യേശുവേ എന്നിന്ന് പകൽ ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ആ ജീവിതയാത്രയിൽ നീ കടന്നു പോകുന്ന കണ്ണുനീരിൻ്റെ രംഗങ്ങൾ ദൈവത്തെ സേവിക്കുന്ന നിനക്ക് നന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെയാണ്. അതിൻ്റെ പുറകിൽ മനുഷ്യൻ്റെ കരമല്ല ഉയർന്നു നിൽക്കുന്നത്. നിൻ്റെ മേൽ തിരഞ്ഞെടുപ്പ് വീണിട്ടുണ്ടെങ്കിൽ അത് തിന്മയല്ല, നന്മ തന്നെയായിരിക്കും. ഇന്ന് നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസാധാരണ പരിശോധന എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റേണ്ടതിന് ആ കരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ദൈവാത്മാവ് പറയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ആ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ പറയണം, കർത്താവേ, അവിടുന്ന് എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവേ, നിൻ്റെ രൂപം എന്നിൽ പ്രതിഫലിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് അനുവദിക്കുന്ന ശോധനകളെ സ്തോത്രത്തോടെ സഹിക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. എന്നുവരെ ഈ പോരാട്ടം തുടരും. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, തൻ്റെ പുത്രൻ്റെ ഇമേജ് നിന്നിൽ തെളിയുന്നത് വരെ ഈ പോരാട്ടം തുടരും. ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, കർത്താവേ, നിൻ്റെ മുഖം എന്നിൽ തെളിയണം, നിന്നോടൊപ്പം ഞാൻ ചേർന്ന് നടക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു നിർത്തുന്നു, നീ കുടിച്ചു തീർത്ത വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം.